നമസ്കാരം. കഴിഞ്ഞ 2 വീഡിയോകളിൽ നമ്മൾ സംസാരിച്ചത് യൂറോപ്പിലുള്ള അവസരങ്ങളെപ്പറ്റിയും അത് നേടിയെടുക്കാനുള്ള വഴികളെപ്പറ്റിയൊക്കെയാണ്. നമ്മുടെ പണം, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഏജൻസികളിൽ കൊണ്ടുകൊടുക്കുന്നതിന് മുൻപ് സാലറിയുമായി ബന്ധപ്പെട്ട ചില സത്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് യൂറോപ്പിൽ ഒരു ജോലി കിട്ടി എന്ന് കരുതുക. ഓഫർ ലെറ്ററിൽ നിങ്ങളുടെ സാലറി കാണുമ്പോൾ ഉറപ്പായും കുറേ ലഡ്ഡു മനസ്സിൽ പൊട്ടാൻ സാധ്യതയുണ്ട്. കാരണം അത് വലിയ ഒരു എമൗണ്ട് ആയിരിക്കും. എന്നാൽ ആ ഒരു എമൗണ്ട് മാസാമാസം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമോ ഇല്ല എന്നതാണ് സത്യം. അതിൻ്റെ 80% പോയിട്ട് ചിലപ്പോൾ 60% പോലും നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടാവില്ല നമ്മുടെ സാലറിയുടെ തോതനുസരിച്ച്. വളരെ ഹൈ എൻഡ് സാലറി ഉള്ള ഒരാൾക്ക് വേണമെങ്കിൽ 50% വരെ ടാക്സ് പിടിച്ചിട്ട് ബാക്കി മാത്രമേ കയ്യിൽ കിട്ടുകയുള്ളൂ. യൂറോപ്പിലുള്ള ഹൈ ടാക്സേഷൻ, ഇത് ടാക്സ് മാത്രമല്ല മറ്റു പല കോമ്പോണൻസ് അതിനകത്തുണ്ട്. ഈ ഒരു കാര്യം ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം എന്ന് തോന്നുന്നു. എന്നാലും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം യൂറോപ്പിൽ ഒരു ജോലിക്ക് അപേക്ഷിക്കുവാൻ. ഇതിനർത്ഥം നമ്മുടെ കയ്യിൽ കിട്ടുന്ന പണം വളരെ കുറവാണ് എന്നതല്ല. നമ്മുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് മാസാമാസം കയ്യിൽ കിട്ടും. എനിക്ക് ഓഫർ കിട്ടിയ സമയത്ത് ഞാൻ ആദ്യമായി പഠിച്ചത് ഈ ഹ്യൂജ് ടാക്സേഷനെ പറ്റിയാണ്. എനിക്ക് ഓഫർ കിട്ടി ഏതാണ്ട് 1 മാസത്തോളം ഇതിനെപ്പറ്റി, അതായത് സാലറിയെ പറ്റിയും യൂറോപ്പിലെ ജീവിതത്തെ പറ്റിയും പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഫൈനലായിട്ടൊരു ഡിസിഷൻ എടുത്തത്. തുടക്കത്തിലെല്ലാം എനിക്ക് അത്ഭുതം തോന്നി. ഇത്രയും വലിയ ടാക്സ് എല്ലാം കൊടുത്തിട്ട് എന്തിനാണ് ആളുകൾ യൂറോപ്പിലേക്ക് ചേക്കേറുന്നത് എന്ന്. ആ ഒരു പഠനത്തിൻ്റെ അവസാനം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പണം മാത്രം ലക്ഷ്യമിട്ടല്ല ആളുകൾ യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. പണത്തിന് പുറമെ മറ്റെന്തൊക്കെയോ ചില നല്ല വശങ്ങൾ കണ്ടിട്ടാണ് യൂറോപ്പിലേക്ക് ചേക്കേറാൻ ആളുകൾ തയ്യാറാവുന്നത് എന്ന് എനിക്ക് ഏതാണ്ട് മനസ്സിലായി. അതിവിടെ വന്നതിന് ശേഷം അത് പൂർണ്ണമായും സത്യമാണ് എന്നും എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ പറഞ്ഞു വരുന്നത്, എൻ്റെ ആ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ, അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ 3 കാര്യങ്ങളും ഫിനാൻഷ്യൽ ബെനിഫിറ്റിന് പുറമേ ഉള്ളതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇത് ഒരു സാധാരണക്കാരന് പണം കൊടുത്താൽ കിട്ടാൻ പ്രയാസമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. പലർക്കും പല ലക്ഷ്യങ്ങളായിരിക്കും ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ യൂറോപ്പിലാണെങ്കിൽ ഇവിടുത്തെ ഒരു ഫാസ്റ്റ് ആൻഡ് ലിബറൽ ലൈഫ് സ്റ്റൈൽ ആവും ചിലർക്ക് ഒരു അട്രാക്ഷനായി തോന്നിയിട്ടുള്ളത്. പൊല്യൂഷൻ ഇല്ലാത്ത നാട് എന്ന രൂപത്തിലാവാം, അല്ലെങ്കിൽ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. അതുമല്ലെങ്കിൽ ഇവിടെ റിട്ടയർഡ് ആയി ഇവിടെ സെറ്റിൽ ചെയ്ത് ഇവിടെ റിട്ടയർ ആയി ആ ഒരു പെൻഷൻ എമൗണ്ട്, വളരെ വലിയൊരു പെൻഷൻ തുക നമുക്ക് മാസാമാസം കിട്ടും. ഇങ്ങനെ പല ലക്ഷ്യങ്ങളുമായി ആൾക്കാർ വരുന്നുണ്ടാവും. പക്ഷേ എൻ്റെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ എൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഒന്നാമത്തെ കാര്യം മറ്റൊന്നുമല്ല, മനസ്സമാധാനം. മനസ്സമാധാനം എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന് ജോലിയിലുള്ള മനസ്സമാധാനവും മറ്റൊന്ന് ജീവിതത്തിലുള്ള മനസ്സമാധാനവും. ഇപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വർക്ക് പ്രഷർ അഥവാ ജോലി സംബന്ധമായ സമ്മർദ്ദങ്ങൾ വളരെ വളരെ കുറവാണ്. വളരെ റിലാക്സ്ഡായി സമയമെടുത്ത് നമ്മുടെ ജോലി ചെയ്ത് സന്തോഷത്തോടു കൂടി അന്ന് വീട്ടിൽ പോവാം എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ജനിച്ച് വളർന്ന് ഇവിടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സിനോട് ഇതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ അവർക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. നമ്മുടെ ജീവിതം മനോഹരമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ആ ജോലി കാരണം നമ്മുടെ ജീവിതത്തിലെ മനസ്സമാധാനം പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്തർത്ഥമാണുള്ളതെന്ന് പലരും പറഞ്ഞത് കേൾക്കാറുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോൾ ജോലി സമയം, ഒരു നിശ്ചിത സമയത്തിന് മുകളിൽ നിങ്ങൾ ഓഫീസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഇരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് വാർണിംഗ് മെസ്സേജസ് വന്നുകൊണ്ടേയിരിക്കും ഉടൻ ഓഫീസ് വിടുക എന്നുള്ളത്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ വൈകി വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ പിറ്റേ ദിവസം വളരെ നേരത്തെ വന്ന് ജോലി ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും നടക്കില്ല. കൃത്യമായ ഒരു സമയം നിങ്ങൾക്ക് റെസ്റ്റിന് വേണ്ടി കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഓഫീസിൽ കയറാൻ പറ്റുകയുള്ളൂ. ഈ നിയമങ്ങളെല്ലാം ഏതെങ്കിലും പ്രത്യേകം ചില ജോലികൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ മാത്രം ബാധകമായിട്ടുള്ളതല്ല. ഒരുവിധം എല്ലാ ജോലികൾക്കും ഈ നിയമങ്ങൾ ബാധകമാണ്. കാരണം ഈ റൂൾസ് എല്ലാം സെറ്റ് ചെയ്യുന്നത് ഓസ്ട്രിയയിലെ വർക്ക് കൗൺസിലാണ്. വർക്ക് കൗൺസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ യൂണിയനുകൾ പോലെ ഉള്ള ഒരു സ്ഥാപനം.
ഓസ്ട്രേലിയയിൽ മാത്രമല്ല യൂറോപ്പിലെ മറ്റു കൺട്രീസിലും വളരെ നല്ല എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂൾസാണ് ഉള്ളത്. ഇനി ജീവിതവുമായി ബന്ധപ്പെട്ട മനസ്സമാധാനത്തെ പറ്റി പറയാം. ഒരു കാര്യം, നമ്മുടെ ജോലിയിൽ മനസ്സമാധാനം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിലും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും. അതുമാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഗവൺമെൻറ് ഓഫീസസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തെടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ മറ്റു പണച്ചെലവോ അല്ലെങ്കിൽ സമയദൈർഘ്യമോ കൂടാതെ തന്നെ നിങ്ങൾക്കതെല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് എനിക്കൊരു അലവൻസിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു മാസം ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് എത്ര തവണ ഓഫീസിൽ കയറി ഇറങ്ങേണ്ടി വരും, ആരൊക്കെ കാണേണ്ടി വരും, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താ ഒന്നും അറിയാതെയാണ് ഞാൻ നേരിട്ട് ഈ ഗവൺമെൻറ് ഓഫീസിൽ കയറി ചെന്നത്. 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മാത്രമേ ഞാൻ അവിടെ ചിലവഴിച്ചിട്ടുള്ളൂ. ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് അത് അവർ റിസീവ് ചെയ്ത് അവർ എന്നോട് പറയുകയാണ് 2 ആഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പണം നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തും എന്നുള്ളത്. അത് പറഞ്ഞ പോലെ തന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ പണം നമുക്ക് കിട്ടുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ഈസിയായി ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാം. ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം, ആരോഗ്യ പരിപാലനം അഥവാ ഹെൽത്ത് കെയർ സിസ്റ്റം. ഇവിടെ ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സ തികച്ചും സൗജന്യമാണ്. ആകെ ഒരു പണം ഈടാക്കുന്നത് മരുന്നിനുള്ള ഒരു ഫീ ആയിട്ടാണ്. അതിപ്പോൾ നിങ്ങൾ ഒരു വലിയ വിലയുള്ള ഒരു മരുന്ന് വാങ്ങിയാലും ഒരു നിശ്ചിത പണം മാത്രമേ നിങ്ങൾക്ക് മുടക്കേണ്ടതുള്ളൂ. 5 യൂറോ 6 യൂറോ മാത്രം നിങ്ങൾക്ക് മുടക്കിയാൽ മതി. ഈ പോയിന്റ് പറയുമ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് നമ്മുടെ ഒരു സുഹൃത്തിന് വലിയ ഒരു സ്റ്റൊമക് പെയിൻ വന്നിട്ട് അവൻ എന്നെ വിളിക്കുകയുണ്ടായി. ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ്, നീ ഉടൻ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ്. ഏതാണ്ട് ആ ഒരു എൻ്റയർ ഡേ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടാവുന്ന എല്ലാ സൗകര്യത്തോടും ഉള്ള ഒരു ചികിത്സയാണ് അവൻ അന്ന് അവിടെ കിട്ടിയത്. അവന് കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട ചില കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. വളരെ ചിട്ടയായ രീതിയിലുള്ള ചികിത്സാ രീതി, സ്കാനിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം നടത്തി വൈകുന്നേരമായപ്പോഴേക്ക് അവനെ വീട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആകെ അവൻ അന്ന് ആ ഒരു ദിവസം ആകെ ചിലവായത് ഈ പറഞ്ഞ 6 യൂറോ മാത്രമാണ്. ഈ ഒരു സൗകര്യം ആർക്ക്, അതായത് ഒരു റിച്ച് ആയിട്ടുള്ള ആളോ പുവർ ആയിട്ടുള്ള ആളോ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻഷുറൻസ് പരിധിയിൽ വരുന്ന എല്ലാവർക്കും ഈ ഒരു ആരോഗ്യ പരിപാലന രീതി ഇതേ ക്വാളിറ്റിയിൽ എല്ലാവർക്കും ലഭ്യമാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മൂന്നാമത്തെ കാര്യം, ട്രാവൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ട്രാവൽ ഒരു പ്രധാന ഒരു ഘടകം തന്നെയാണ്. ട്രാവൽ എന്നുള്ളതോട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് പണം കൊടുത്താൽ കിട്ടാത്ത ഒരു കാര്യം എന്നൊന്നുമല്ല. പക്ഷേ ഒരു സാധാരണക്കാരന് യൂറോപ്യൻ ട്രിപ്പ് നടത്തുക എന്നത് അത്യാവശ്യം ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ രാജ്യത്തും കറങ്ങി വരിക എന്നുള്ളത് അതിൻ്റെ പണച്ചെലവും ബാക്കി കാര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ വളരെ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഷെങ്കൻ റീജിയനിൽ ഏതെങ്കിലും ഒരു കൺട്രിയിൽ ജോലി കിട്ടുകയാണെങ്കിൽ ഈ ഷെങ്കൻ റീജിയനിലുള്ള 24 കൺട്രീസിലേക്കും നിങ്ങൾക്ക് വിസ ഇല്ലാതെ പോകാം. എന്ന് മാത്രമല്ല, ഈ 24 കൺട്രീസിന് പുറമേയുള്ള രാജ്യങ്ങളിലേക്കും വിസ കിട്ടാൻ അത്ര ബുദ്ധിമുട്ടില്ല, അധികം പണച്ചെലവുമില്ല. എന്ന് വെച്ചാൽ യൂറോപ്പിലുള്ള എല്ലാ കൺട്രീസിലേക്കും നിങ്ങൾക്ക് വളരെ ചിട്ടയോടുകൂടി നിങ്ങൾക്ക് ഒരു മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കലോ പ്ലാൻ ചെയ്ത് പോവാം. എന്ന് മാത്രമല്ല, വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് പോയി വരാം. ഇപ്പോൾ ട്രെയിൻ ആയാലും ബസ്സായാലും ഈവൻ ചീപ്പ് ഫ്ലൈറ്റ്സ് വരെ അവൈലബിൾ ആണ് ഈ യൂറോപ്യൻ കൺട്രീസ് തമ്മിൽ കവർ ചെയ്യാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഓസ്ട്രേലിയയിൽ ഗ്രാസ് എന്നുള്ള ഒരു സിറ്റിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ എനിക്ക് അടുത്ത ആഴ്ച സ്വിറ്റ്സർലാൻഡ് വരെ ഒന്ന് പോയി വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചാൽ വെറും 25 യൂറോ അല്ലെങ്കിൽ 30 യൂറോക്ക് നിങ്ങൾ രാത്രി ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ രാവിലെ അവിടെ എത്തുന്ന ട്രെയിനുണ്ട്. അപ്പോൾ ഏതാണ്ട് 2000 രൂപ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരു 4000 രൂപയ്ക്ക് നിങ്ങൾക്ക് പോയിട്ട് മറ്റൊരു രാജ്യത്ത് പോയിട്ട് തിരിച്ച് നമ്മുടെ ഈ സിറ്റിയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ അത്രക്കും ചീപ്പാണ് നമുക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. ഇതും നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഒരു ടൂർ പാക്കേജ് പോണ പോലെയല്ല. നമുക്ക് ഒരു 3 മാസം കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി വളരെ ചീപ്പായിട്ട് കിട്ടും. ഇത്തരം ഗുണങ്ങളും ഉണ്ട് നിങ്ങൾ യൂറോപ്പിൽ ജോലി ചെയ്യുകയാണെങ്കിൽ. ഇത് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഈ മൂന്നാമത്തെ പോയിന്റ് സ്കിപ്പ് ചെയ്യുക.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമസ്കാരം.